ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ നേരത്തെ കുറേ ഹെയർ ഡേയുടെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒത്തിരി പേര് നമ്മൾ ചോദിച്ചതാണ് മുടി വളരാൻ പറ്റുന്ന ഒരു എണ്ണയോ മറ്റെന്തെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നുള്ളത്. ഇന്ന് നമ്മുടെ വീഡിയോ മുടി വളരാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. എത്ര മുടിയില്ലാത്ത മൊട്ടത്തലയിൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. ഈ ഒരു നമുക്കിതൊരു ഹെയർ ജെല്ലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. നമുക്ക് ഒരൊറ്റ സാധനം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഹെയർ ജെല്ല് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് മുടി വളരാൻ മാത്രമല്ല, നമ്മുടെ മുടി നല്ല പാർലറിൽ പോകുന്നതൊക്കെ സ്റ്റൈലിഷ് ചെയ്തെടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ജെല്ലാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരു ഹെയർ ജെല്ലാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫ്ലാക്സീഡ് ആണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ ഫ്ലാക്സീഡ്. ഇത് ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റുകളിലും ഇന്ന് അവൈലബിൾ ആണ്. ഇതിന് നമുക്ക് മലയാളത്തിൽ ചണവിത്ത് എന്നാണ് പറയുന്നത്. ഇത് മുടിയുടെ ആരോഗ്യത്തിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ സ്കിന്നിൻ്റെ സൗന്ദര്യത്തിനും അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുവാണെങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സീഡ് വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ് ഈ ഫ്ലാക്സീഡുകൾ. നമ്മുടെ ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെയും തടയാനായിട്ട് ഇന്ന് നമ്മൾ ഫ്ലാക്സ് സീഡുകൾ ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായിട്ടും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം പോലുള്ളവയൊക്കെ തടയാനായിട്ട് നമ്മൾ ഡെയിലി 1 ടേബിൾ സ്പൂണോളം ഫ്ലാക്സ് സീഡ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു ജെല്ല് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മുതൽ ഒരുമാതിരിപ്പെട്ട എല്ലാ മുടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്ലാസ് പോലെ തിളക്കമുള്ള സ്കിന്നും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഒട്ടും ഉള്ളില്ലാത്ത മുടി പനങ്കുല പോലെ വളർത്തിയെടുക്കാനുള്ള ആ ഒരു ജെല്ല് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഒറ്റ ജെല്ല് മതി കേട്ടോ നമുക്ക് മുടിയുടെ ആരോഗ്യ പ്രശ്നത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നവും പരിഹരിക്കാനായിട്ട്. ഈ ഒരു ജെല്ല് നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് കേടുകൂടാണ്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ജെല്ല് നമുക്ക് മുടിയിൽ മാത്രമല്ല അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്, നമ്മുടെ സ്കിന്നിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതേ നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പം നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഫ്ലാക്സീഡ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ജെല്ല് നമ്മൾ മുടിയില്ലാത്ത സ്കാലപ്പിൻ്റെ ഭാഗത്ത് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മുടികൾ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ കിളിർത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ പ്രായം കൂടുമ്പോൾ ഉള്ള സ്കിന്നിലെ ചുളിവുകൾ, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് പാടുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ജെല്ല് ഡെയിലി അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ മുഖത്തൊക്കെ. ഈ ഒരു 2 ടേബിൾ സ്പൂണോളം ഫ്ലാക്സ് സീഡ് കൊണ്ട് ഏകദേശം ഒരാഴ്ച വരെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജെല്ല് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ മുടി നല്ലപോലെ ഡ്രൈനെസ് ആയിട്ട് സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ജെല്ല് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ട് നമ്മുടെ മുടി കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഫ്ലാക്സ് സീഡ് വാങ്ങാനായിട്ട് ഒരുപാട് കാശൊന്നും ആവത്തില്ല കേട്ടോ. ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒരു പാക്കറ്റ് വാങ്ങുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാനായിട്ടും കഴിയും. അതുപോലെ തന്നെ ഈ ഒരു ജെല്ല് മുടി വളരാൻ മാത്രമല്ല, നമ്മൾ കുളിച്ചതിന് ശേഷം മുടി സെറ്റാക്കാനായിട്ട് ഹെയർ ജെല്ലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല പാർലറിൽ നമ്മൾ എങ്ങനെയാണോ മുടി സെറ്റാക്കി എടുക്കുന്ന ആ ഒരു സ്റ്റൈലിൽ തന്നെ നമുക്ക് മുടി ഈ ഒരു ജെല്ല് ഉപയോഗിച്ച് സെറ്റാക്കി എടുക്കാനായിട്ട് കഴിയും. പിന്നെ ഞാൻ ഈ തയ്യാറാക്കിയെടുക്കുന്ന ജെല്ല് ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ലൊരു വ്യത്യാസമാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു കളറ് കിട്ടും. അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള ഒരു കറുത്ത പാടൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാനായിട്ട് ഈ ഒരു ജെല്ല് നമുക്ക് സഹായിക്കും. ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ ഈ ഒരു ഫ്ലാക്സീഡ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു സ്മൂത്തായിട്ട് വഴുവഴുപ്പുള്ളൊരു ലിക്വിഡ് പോലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ചെറിയ ചൂടോട് കൂടി തന്നെ ഒന്ന് അരിച്ചെടുക്കണം. തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് അരിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാകും കേട്ടോ. അത് കട്ടിയായിട്ട് ജെല്ലിൻ്റെ ഒരു ഫോമിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചൂടോട് കൂടി തന്നെ ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ജെല്ല് തയ്യാറാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളത്. ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം നല്ല ഗ്ലാസിൻ്റെ ഭരണിയിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഏകദേശം ഒരാഴ്ച വരെയൊക്കെ നമുക്ക് കേടാകാണ്ട് ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഈ ഒരു ജെല്ലാണ് കേട്ടോ ഞാൻ എൻ്റെ മോളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത്. നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പോട് കൂടി നിങ്ങളോട് പറയുന്നത്. തീരെ ഉള്ളു കുറവുള്ള മുടിയുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു ജെല്ല് തയ്യാറാക്കി നോക്കണം. ഇനി ഞാനിത് എങ്ങനെയാണ് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം.
ഇപ്പം നമ്മൾ അരിച്ചെടുത്ത് നല്ലതുപോലെ തണുത്തതിന് ശേഷമുള്ള നമ്മുടെ ജെല്ലിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും തന്നെ വെള്ളം നനവില്ലാത്ത ഒരു ഗ്ലാസിൻ്റെ ഭരണിയിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇനി ഇത് ഞാൻ എങ്ങനെയാണ് മോൾഡ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുളിക്കുന്നതിന് ഏകദേശം നമ്മൾ അരമണിക്കൂർ മുമ്പ് മുടിയിൽ അപ്ലൈ ചെയ്ത് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ്. ഈ ഒരു ജെല്ലിന് നമുക്ക് ഒട്ടും തന്നെ മണമില്ലാത്തതുകൊണ്ട് ഷാമ്പുവോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ച് മുടി വാഷ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. അരമണിക്കൂറൊക്കെ മുടിയിൽ തേച്ച് വെക്കാനായിട്ട് സമയമില്ലാത്തവരാണെങ്കിൽ രാത്രിയിൽ നമുക്ക് ഈ ഒരു ഹെയർ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉറങ്ങുന്ന സമയത്ത് പില്ലോയുടെ മുകളിൽ ഒരു ചെറിയ തുണി ഇട്ട് കൊടുത്താൽ മതി. ഇതിന് സ്മെല്ലൊന്നുമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളിത് ഹെയർ സ്റ്റൈലിംഗ് ജെല്ലായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ മുടി സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിത് മോൾഡ് മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ജെല്ല് ആദ്യം തന്നെ ഉച്ചിയിൽ മുതലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ടത്. ഇനി നിങ്ങൾ ഉള്ളു കുറവുള്ള മുടിയാണെങ്കിൽ എവിടെയാണോ നിങ്ങളുടെ മുടി കുറവുള്ളത് ആ ഒരു ഭാഗത്തിൻ്റെ സ്കാലപ്പിൻ്റെ ഭാഗത്ത് നല്ലതുപോലെ ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. നമുക്ക് മൊത്തം മുടിയിലും ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്പ്ലിറ്റ് എൻഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ മുടിയുടെ തുമ്പിൻ്റെ ഭാഗത്തും ഈ ഒരു ജെല്ല് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു ഹെയർ ജെല്ല് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഏകദേശം ഒരു 2 ആഴ്ച ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും. അത്രമാത്രം എഫക്റ്റീവാണ് കേട്ടോ ഈ ഒരു ഹെയർ ജെല്ല്. ഈ ഒരു ജെല്ല് തന്നെ നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആഴ്ചയിൽ ഞാൻ 2 ദിവസമാണ് കേട്ടോ മുടിയിലും ഫേസിലും ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായി. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.